നിങ്ങൾക്കറിയാമോ, 8ാം ഭാഗം ജനപ്രിയ കവിതാ ശകലങ്ങളാണ്. അവ ആരെഴുതിയതാണെന്ന് പറയാമോ? ഒരു നാളും നോക്കാതെ നീക്കിവെച്ച പ്രണയത്തിൻ പുസ്തകം നീ തുറക്കും. അതിലന്നു നീ എൻ്റെ പേരു കാണും. അതിലെന്റെ ജീവന്റെ നേരു കാണും. പ്രണയത്തിന്റെ നേരും ജീവനും കാണുന്ന ഈ കവിത, ഈ വരികൾ ആരുടേതാണ്? ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ഒഴിഞ്ഞ കൂരയിൽ ഒളിഞ്ഞിരിക്കും കുരുന്നു ഭീതി കണ്ണുകൾ കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. ഭീതിജനകമായ ഈ ദൃശ്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന കവി ആരാണ്? മുരുകൻ കാട്ടാക്കട. എണ്ണ വറ്റിയാൽ കെടും മൺചെരാതിലിത്തിരി, പിന്നെയാ വെട്ടം പൊൻപൂവിടും ഇത്തിരി വട്ടം. ആരുടേതാണ് ഈ വരികൾ? NV കൃഷ്ണവാര്യർ. കാലമിനിയുരുളും, വിഷുവരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിലും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം? ആരുടേതാണ് ഈ വരികൾ? NN കക്കാട്. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ, ഉദിക്കയാണെൻ ആത്മാവിൽ 1000 സൗരമണ്ഡലം. ആരുടെ ആത്മാവിലാണ് ഈ സൗരമണ്ഡലം ഉദിക്കുന്നത്? അക്കിത്തം. ഇന്ദിര തന്നെ പുഞ്ചിരിയായൊരു ചന്ദ്രികാമെയ്യിൽ പരക്കയാലെ, പാലാഴി വെള്ളത്തിൽ മുങ്ങി നിന്നിടുന്ന നീലാഭമായൊരു ശൈലം പോലെ. ആരുടേതാണ് ഈ വരികൾ? ചെറുശ്ശേരി. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽ ബദ മിണ്ടാവതല്ല മമ. ആരുടേതാണ് ഈ വരികൾ? എഴുത്തച്ഛൻ. ഇന്നു ഞാൻ നാളനി, ഇന്നു ഞാൻ നാളനി എന്നും പ്രതിധ്വനിക്കുന്നിതെന്നോർമ്മയിൽ. പാതവക്കത്തെ മരത്തിൻ കരിനീഴൽ പ്രേതം കണക്കെ ക്ഷണത്താൽ വളരവേ. ആരുടേതാണ് ഈ വരികൾ? G ശങ്കരക്കുറുപ്പ്. കാടവിട മക്കളെ, മേടവിട മക്കളെ, കാട്ടു പുൽത്തകിടിയുടെ വേരവിട മക്കളെ. വേരുകൾ അന്വേഷിക്കുന്ന ഈ കവി ആരാണ്? അയ്യപ്പ പണിക്കർ. കൂടിയെല്ലാ പിറക്കുന്ന നേരത്തും കൂടിയെല്ലാ മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നതെന്തിനു നാം വൃഥ. ആരുടേതാണ് ഈ വരികൾ? പൂന്താനം.
രസകരവും വിജ്ഞാനപ്രദവുമായ വർത്തമാനങ്ങളും വിശേഷങ്ങളുമായി എത്തുന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. എല്ലാവർക്കും നന്ദി.